എങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു നിമിഷത്തിൽ ഈ സിനിമ സ്ക്രിപ്റ്റ് ഇപ്പൊ അവിടെ പറഞ്ഞു വെച്ചാൽ ഇപ്പം ജിത്തു സാറിന്റെ മക്കൾ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു നിമിഷത്തിൽ ഈ സിനിമ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയിരുന്നു? കാരണം എനിക്കിത് ഇങ്ങനെ ഒരു അനുഭവമില്ല. ഇവര് സാറിന്റെ എല്ലാ സ്ക്രിപ്റ്റും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ 10-20 പേര് ഇരുന്ന്, കാരണം ചേച്ചി കോസ്റ്റ്യൂം ഇതാണ്, ചേച്ചി ഒരു റൈറ്ററും കൂടിയാണ്, ചേച്ചി എല്ലാം ഒരു സെൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണ് ലിൻഡ ചേച്ചി, സാറിന്റെ വൈഫ്, പിള്ളേര് രണ്ടുപേരും. അവരും ഈ സിനിമയിൽ കാത്തി സാറിന് അസിസ്റ്റ് ചെയ്യുന്നതാണ്, കിറ്റു അതേ സിനിമയിലുള്ള അവരത് കണ്ടാ വളർന്നിരിക്കണം. പിന്നെ ഈ 10-20 ADs ഉണ്ട്, ബാക്കി അതിന് പുറത്തുള്ളവരും ഉണ്ട്. സിനിമ ലിറിസിസ്റ്റ് വിനായക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങൾ പുള്ളിയെയും വിളിക്കും, സ്ക്രിപ്റ്റ് വായിക്കും, ജെന്യൂൻ ആയിട്ട് ഇത് പറയും. അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പം ശാന്തിയുടെ ഹസ്ബൻഡ് ഷിജുമോനോട് ചോദിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇതുണ്ട് ബെർണാളില്ലേ ബ്ലോഗർ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്, ബെർണാളുടെ വൈഫ്. പിന്നെ വേറെ ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരൊക്കെ മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പൊ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവരെല്ലാം സ്ക്രിപ്റ്റ് ഒന്നെങ്കിൽ കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് പറഞ്ഞു, ഇത് ചെയ്യും. അതിനകത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു ഇതെടുക്കും, ചെയ്യും. ഇത് ഞാൻ ശീലിച്ചിട്ടുള്ള, പുള്ളിക്ക് ഇത് ശീലമില്ല. സാർ എന്റെ അടുത്ത് പറഞ്ഞിടും ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ഞാൻ സാറേ ഡ്രാഫ്റ്റ് ആയില്ലല്ലോ, നമ്മള് അത് കുഴപ്പമില്ല, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇവിടെ വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എപ്പോഴാ അത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്ന് ഇവർക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ ഒരു പോർഷനൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി അതിന് വായിക്കാൻ കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലേണിംഗ് ആണ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വളരെ കൂളായിട്ട് ഇതുപോലെ ഞാനൊരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചുറ്റും സാറിന്റെ വീട്ടിന്റെ ഹാളിൽ എല്ലാവരും ഇരിക്കുക. അപ്പൊ സാറ് എല്ലാവരും വായിച്ചിട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊടുത്തു. ഒരു ഫസ്റ്റ് ഹാഫ് വായിക്കുമ്പോൾ ആ സെക്കൻഡ് ഹാഫ് വെറുതെ ഇവർക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ് ചെയ്യില്ല. തിരിച്ചു വന്നിരുന്നു, ഓരോരുത്തരും അഭിപ്രായം പറയാൻ പറഞ്ഞു. അഭിപ്രായം ഈ 10-20 അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിറ്റുമുണ്ട്. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ കുറെ എല്ലാവർക്കും അങ്ങനെ തുറന്നു പറയാൻ വയ്യ. പക്ഷെ സാറിന്റെ 2 കുട്ടികൾ അവർ ഭയങ്കര ഓണസ്റ്റാ. അവരെ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നില്ല, അവർ ഉള്ള അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇളയ ആളിങ്ങനെ പറഞ്ഞു, ഡാഡി നമ്മളിതിപ്പോ ചെയ്യണോ, നമ്മൾ അനൗൺസ് ചെയ്തും പോയി, ഐ തിങ്ക് ഇത് റീതിങ്ക് ചെയ്യേണ്ടി വരും ഡാഡി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആ മൊമെന്റിൽ ഞാൻ ഇങ്ങനെ സാറിനെ നോക്കി. സാർ എന്നെ നോക്കി. സാർ പറഞ്ഞാൽ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നിട്ട് സാർ അവിടെ നിന്ന് പിന്നെ അപ്പൊ എനിക്ക് ആ പോയിന്റിലെ അയ്യോ പ്രശ്നമായോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കേൾക്കുന്നത്. മറ്റത് ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്റ്റ് ചെയ്താൽ ശരിയാകും, ഇങ്ങനെയൊക്കെയാണ്. ഇത് അടച്ചൊരു സാധനം. പക്ഷെ അത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നി. ഭയങ്കര നമുക്ക് അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം നമുക്ക് കിട്ടുവാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അത് എഴുതി ഇത് എഴുതുന്നതൊക്കെ വർക്കാകും എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാറുണ്ട്, സാറിന്റെ പേര് ഇതാ. ഞാൻ ആഹാ ഇങ്ങനെയാണോ പറയുന്നത് ഒരാളെ? ഞാനിപ്പോ ഉള്ളതാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്റെ ആക്ടിങ് കണ്ടിട്ടൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് ഫസ്റ്റ് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ ഏറ്റവും മിസ്കാസ്റ്റ് നീയാണ്. എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് ക്രിറ്റിസിസം വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ കുറച്ചുകൂടി ശാന്തി എന്നുള്ളൊരു വ്യക്തി അപ്പൊ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന് കരയുന്ന ഒരാളല്ല. ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ എടുക്കും. ഇപ്പൊ ഈ മോശം പറയുന്ന ആൾക്കാരിൽ എന്തെങ്കിലും 2 പേര് നല്ലതുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള അവിടുന്ന് സാറിങ്ങനെ എല്ലാവരോടും ചോദിക്കുകയാണ് എന്താ എന്റെ പ്രശ്നം. ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു ഈ പോർഷനിൽ അങ്ങനെ ഈ 20 പേരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് 2 ലക്ഷം ആൾക്കാരുടെ ഒപ്പീനിയൻ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. ഓരോ ആളുകളും ഹൈദറിന് തോന്നുന്ന ഒരു ഒപ്പീനിയൻ തന്നെ 100 പേർക്ക് തോന്നും. നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ അടുത്ത് അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു 1000 പേരുടെ ഒപ്പീനിയൻ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാം. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.